നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനിരിക്കുന്ന നേഴ്സുമാരുടെ ഉദ്ദേശമാണ്. നമുക്കറിയാലോ, നേഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരിക്കലും ഒരു ക്ഷാമം വരുന്ന ഒരു ഫീൽഡല്ല. മനുഷ്യനുള്ളിടത്തോളം കാലം രോഗങ്ങളുണ്ട്. രോഗങ്ങൾ ചികിത്സിക്കാനായി ഡോക്ടേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നേഴ്സുമാർ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നേഴ്സുമാർക്ക് വളരെ ഡിമാൻഡുമാണ്. പല രാജ്യങ്ങളിലും നല്ല ശമ്പളം കൊടുത്താണ് നേഴ്സുമാർക്ക് ജോലി കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ കാണിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ചിലപ്പോൾ നമ്മുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും. ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു സംഭവം, എല്ലാ പ്രവാസി രാജ്യങ്ങളിലും ഈ പ്രവാസികളുടെയും സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റും അവ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആൾ ജെനുവിനാണോ, കള്ളത്തരത്തിൽ വന്നാണോ എന്നൊക്കെ നോക്കാനായിട്ട്. ഒരുപാട് ആളുകൾ പ്രൊഫഷണൽ കോഴ്സ് തന്നെ കള്ളത്തരത്തിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഈ നേഴ്സുമാർക്ക്, ഈ എടുത്തു പറയേണ്ട കാര്യം, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് പ്രൊഫഷണൽ കോഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് കാണത്തില്ല. ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും, അത് കള്ളത്തരത്തിൽ. അപ്പം എനിക്കറിയാവുന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിലാണ് എല്ലാം ആൾക്കാരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കേസ് വന്നപ്പം ഒരാൾ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ വിളിച്ചു വെച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ ഒരാളോട് ജോലി ചെയ്യുന്നില്ല എന്നുള്ളത്. എടുപിടി എത്രയും പെട്ടെന്ന് തന്നെ ആ പറഞ്ഞ ആളെ ടെർമിനേറ്റ് ചെയ്ത് വിടുകയും ചെയ്തു ആ ഹോസ്പിറ്റലിൽ. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു ഫേക്കാണോ അല്ലയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കറൻസിയുടെ കേസ് എടുക്കുമ്പം ചില ആൾക്കാർക്ക് അവരുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ആൾക്കാരൊക്കെ ആയാലും ശരി, കള്ളനോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കള്ളനോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. പിന്നെ അതിൻ്റെ നീളം, വീതി, അതിനകത്ത് ഉപയോഗിച്ച ഇങ്ക്, പേപ്പറിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ കാണാപ്പാടം പഠിക്കുമൊന്നുമില്ല. അവർ ഏറ്റവും പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നല്ല ഒറിജിനൽ നോട്ട് ഇരിക്കുന്നതെന്ന് പഠിക്കും. അതിൻ്റെ നീളം, വീതി, ആ പേപ്പറിൻ്റെ ക്വാളിറ്റി, ഇങ്ക്, അതിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒറിജിനൽ നോട്ടിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വ്യത്യാസമായി വരുന്നോ അതെല്ലാം കള്ളനോട്ടാണ്. ഞാൻ പറഞ്ഞ ലോജിക്ക് പിടികിട്ടിയോ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസിനോ 3 വർഷത്തെ എക്സ്പീരിയൻസിനോ നാട്ടിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലോ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ്. അതിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുകയും ചെയ്യും, 2-3 ലക്ഷം രൂപ വില കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതും കൊണ്ട് ജോലി ചെയ്ത് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്ന വ്യക്തി ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാണും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ ഒറിജിനൽ റെക്കോർഡിനകത്ത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ ആൾ ജോലി ചെയ്തെന്നോ ഒന്നും റെക്കോർഡിക്കലി കാണത്തില്ല. അവർ ഫേക്കായിട്ട് ഉണ്ടാക്കിയാണ്. ഇവിടുന്ന് എൻക്വയറി വരുമ്പോൾ ഇമെയിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ കോൾ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമായിരിക്കും. അവരുടെ ഡാറ്റാബേസ് നോക്കുമ്പം ഇങ്ങനൊരാൾ ഇവിടെ ജോലി ചെയ്തിട്ട്